അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും ആൽഫയും കൂടെ ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുക. ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ കേട്ടോ. അപ്പം സ്കൂളൊക്കെ അടച്ചതിന് 2-2.5 മാസം അവധിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. തുടക്കമാകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി എങ്ങനെ പോകുന്നൊന്നും അറിയില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയിട്ട് വീഡിയോ കാണിക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പം ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ബസ്സിലാണെങ്കിൽ നമുക്ക് ആധാറുള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം. നമുക്ക് 2 പേർക്കും ആധാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കർണാടകത്തിൽ നമുക്ക് ആധാറുണ്ടെങ്കിൽ ബസ്സിൽ പോകാം. അപ്പം ഞങ്ങൾ ലുലു മാൾ എത്തി കേട്ടോ. ലുലു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാജി നഗറിലെ ലുലു ആണ്. ശരിക്കും പേര് ഗ്ലോബൽ. ഗ്ലോബൽ ലുലു എന്നായിരിക്കും. ഞങ്ങളിപ്പോൾ അവിടെ എത്തി. കുറേ നാളായി. അന്ന് ഓപ്പണിങ്ങിൻ്റെ അന്നെങ്ങാനും വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. അപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ആയിട്ടും അത്ര തിരക്കൊന്നുമില്ല. പക്ഷേ ഫുഡിൻ്റെ സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം. പക്ഷെ ഞാനൊന്നും കഴിക്കാണ്ട് പോയ. പക്ഷെ നല്ല വിശപ്പായിരുന്നു അവിടെ എത്തിയപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വീട്ടിലിരിക്കുന്ന നമുക്ക് ഒട്ടും വിശക്കൂല. പുറത്തോട്ടൊന്നും ഇറങ്ങിയാൽ ഭയങ്കര വിശപ്പും ദാഹവും അതെല്ലാവരും പറയുന്ന കാര്യം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. ആൽഫേൻ്റെ മുടിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ ലുലുവിലാണ് കേട്ടോ പോയത്. കുറേ നാളായിട്ട് ഇങ്ങനെ സംസാരിക്കാത്തോട്ടാണ് ഒന്ന് ബബ്ബ അടിക്കുന്നത്. പിന്നെ ഹൈപ്പറിൽ പോയി. അമ്മയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി സാധനം. ഇതിൻ്റെ കേക്ക് ഞാൻ പണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? നേരം ഒരു എന്താ പറയുക, കേക്ക് ഉണ്ടാക്കുന്നൊരു പ്രാന്ത് ഇങ്ങനെ നിൽക്കുമ്പം ഏതാ ട്രെൻഡ് അടുത്തടുത്ത് ഇങ്ങനെ നോക്കി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞങ്ങൾ നേരെ പോയത് എന്താണെന്ന് അറിയാം, എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പം അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെ ഞാൻ കുനാഫ, എൻ്റെ ജീവനാണ് കുനാഫ. എനിക്ക് കുനാഫ കഴിക്കാനേ പറ്റിയിട്ടില്ല. പക്ഷെ അത് തപ്പിയാണ് ഞാൻ പോയിട്ട്. ആ സാധനം മാത്രം ഞാൻ അവിടെ കണ്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആൽഫയ്ക്ക് എന്തായിരുന്നു ഇഷ്ടം? ഫ്രൈഡ് റൈസ് അല്ല അത്. പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് കഴിക്കുക കേട്ടോ. നല്ല വിശപ്പായിരുന്നു. ഭാഗ്യമാണ് ഇവിടെ തന്നെ കഴിക്കാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചു ഇതെല്ലാം പൊക്കിക്കൊണ്ട് മുകളിലോട്ട് പോയിട്ട് കഴിക്കണ്ടേ, പാത്രമൊക്കെ മേടിച്ചിട്ട്. അപ്പം ഈസി ആയിട്ട് സ്പൂണ് പോലും ഇല്ല, കൈ കൊണ്ട് കിട്ടാം. വാരി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. കൈ കൊണ്ട് കഴിക്കാനാണല്ലോ ഏറ്റവും ടേസ്റ്റ്. പിന്നെ നമ്മൾ അതിലെല്ലാം പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്ക് ശരിക്കും മടുത്ത് കേട്ടോ. അതായത് നമ്മൾ ദൂരം ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ നല്ല ദൂരമാണല്ലോ. അപ്പം ഗ്ലാസിൻ്റെ കുരിശ് പോലെ ഉണ്ട്. കുരിശാണെന്ന് അറിയില്ല കേട്ടോ, കണ്ടിട്ട് കുരിശാന്നോ അതുപോലെയാണുള്ളത്. പിന്നെ ഇവിടെ സ്കൂട്ടർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എത്ര രസമാണ് അറിയാം. പക്ഷെ അമ്മൂന് പറ്റൂലെന്ന് തോന്നുന്നു കേട്ടോ. എന്താ വെച്ചാൽ 5 വയസ്സൊക്കെ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കുഞ്ഞു സ്കൂട്ടറാ. രസമാണ് കാണാല്ലേ. നമുക്കൊക്കെ കിട്ടി ഓടിക്കാൻ. എനിക്ക് പേടിക്കേണ്ട ഓടിക്കുന്നില്ല. പിന്നെ അതിലെ കുറേ നടന്ന് പിന്നെ കുറച്ച് അലുവയൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അലുവ സെക്ഷനിൽ 3 പ്രാവശ്യം വന്നു. അവിടെ ആളുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റേ ഇളനീർ ഹലുവ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട എന്ത് രസമാണ്, കളർഫുള്ളാണ് കേട്ടോ. വാട്ടർ മെലൺ, പിന്നെ എന്താ മാംഗോ, സ്ട്രോബെറി, എല്ലാ ഫ്രൂട്ടിൻ്റെ അലുവയുണ്ട് കേട്ടോ. നന്നാ മിക്സ് ചെയ്ത് മേടിക്കാമെന്ന് വെച്ചപ്പം അവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഞാൻ മടുത്ത് കുറേ സമയം നിന്ന്. പിന്നെ എന്താ വേണ്ടാന്ന് വെച്ചു. പിന്നെ മോളിൽ പോയി ലുലു ഫാഷനിൽ വെറുതെ കയറി കേട്ടോ, ചുമ്മാ. പിന്നെ പാൻലൂസിൽ വെറുതെ കയറിയില്ലേ. എന്നിട്ട് പുറത്തിരുന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. നമുക്ക് നല്ല കാലുവേദനയായിരുന്നു. നടന്നിരുന്ന കാലൊക്കെ പൊട്ടി നാശമായി. പിന്നെ എന്താ പതിവ് പോലെ കുറേ ഫോട്ടോസ് എടുക്കുക, വീഡിയോ എടുക്കുക. ഇത് തന്നെയല്ലേ പണി നമുക്ക്. ചുമ്മാ എപ്പോഴല്ല പരിപാടി. രസമല്ലേ. നമുക്ക് പണ്ടൊക്കെ ലുലു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. ഇവിടെ വരുന്നതിന് മുന്നേ കേട്ടോ. കേരളത്തിൽ കാണണം എന്ന് വിചാരിച്ചിരുന്ന് ആ കൊറോണയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല പൊരി വെയിലായിരുന്നു. പിന്നെ ഒരു ബസ്സിൽ ഓടിക്കയറി. നല്ല രസമായിരുന്നു. ഞാൻ പോയിരുന്നപ്പോൾ ആൽഫനോട് പറഞ്ഞു, അയ്യോ ഇവിടെ ഇരിക്കാൻ പാടില്ല, കണ്ടക്ടറിന്റെ സീറ്റാണ്. പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അതൊന്നും കുഴപ്പമില്ല, ചില ആൾക്കാർ മാത്രമേ വഴക്ക് പറയുള്ളൂ. പെട്ടെന്ന് എത്തിയിട്ടോ ബസ്സിൽ. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് എത്തി. വന്നിറങ്ങിയ പാടെ നമുക്ക് ഇങ്ങോട്ടുള്ള ബസ്സും കിട്ടി. അപ്പം സുഖമായി. നല്ല രസം. പപ്പ അവിടെ പകുതിയായപ്പോൾ ഇറങ്ങിക്കോന്ന് പറഞ്ഞു സാധനം മേടിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ വെറുതെ പകുതി വഴിയിലിറങ്ങി കുറേ നടന്നു അല്ലേ. കാലും പൊട്ടി, നല്ല രസമായിരുന്നു. പിന്നെ ആൽഫ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ്. അവൾ എന്നെ തീറ്റിച്ചു, കുറേ കഴിച്ചു.
ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.